മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ ചരിത്രപരവും സാംസ്കാരികമായും ഏറെ പ്രാധാന്യമുള്ള പഞ്ചായത്താണ് കൂട്ടിലങ്ങാടി. മലപ്പുറം പാലക്കാട് സംസ്ഥാന പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇന്ന് ഒരു വളർന്നുവരുന്ന ചെറുനഗരത്തിന്റെ ഊർജ്ജസ്വലത പ്രകടമാക്കുന്നു. പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ നൽകിയവരുടെയും നാടിന്റെ പുരോഗതിയിൽ വഴികാട്ടിയവരുടെയും ഓർമ്മകൾ ഉറങ്ങുന്ന നാട്. 1961 രൂപീകൃതമായ കൂട്ടിലങ്ങാടി പഞ്ചായത്ത് സമഗ്ര മേഖലയിലും പുരോഗതിയുടെ പാതയിലാണ് ഇന്ന് സഞ്ചരിക്കുന്നത്. വടക്ക് കടലുണ്ടിപ്പുഴ, ആനക്കയം പഞ്ചായത്ത് എന്നിവ അതിരിടുമ്പോൾ തെക്ക് കടലുണ്ടിപ്പുഴ, ചെറുപുഴ എന്നിവയും കിഴക്ക് ആനക്കയം, മക്കരപ്പറമ്പ് പഞ്ചായത്തുകളും പടിഞ്ഞാറ് കടലുണ്ടിപ്പുഴയുമാണ് അതിരുകൾ. ജാതിമത ചിന്തകൾക്കതീതമായി മനുഷ്യർ ഒരുമിച്ച് കഴിയുന്ന നാടാണ് ഇവിടം. മമ്പുറം തങ്ങളുടെ ചരിത്ര വേരുകളുമായി കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നതാണ് കൂട്ടിലങ്ങാടിയുടെ പേര്. പള്ളിപ്പുറത്തും ഇന്നത്തെ കൂട്ടിലങ്ങാടിയിലും ഒരേ സമയം മമ്പുറം തങ്ങൾ പള്ളിക്ക് കുറ്റിയടിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ പേര് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു. കുറ്റി മാറ്റിയടിച്ച അങ്ങാടി പിന്നീട് കൂട്ടിലങ്ങാടിയായി മാറിയതാണെന്നാണ് പറയുന്നത്. മത, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് ഏറെ ശ്രദ്ധേയമായ ചുവടുവെപ്പുകൾ സ്വന്തമാക്കാൻ കൂട്ടിലങ്ങാടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിനും ദേശീയ പ്രസ്ഥാനത്തിനും ഏറെ വളക്കൂറുള്ള മണ്ണായിരുന്നു എന്നും കൂട്ടിലങ്ങാടി. ചരിത്രാതീത കാലം മുതലേ ഇവിടെ ജനവാസമുണ്ടായിരുന്നതായി രേഖകൾ പറയുന്നുണ്ട്. രൂപീകൃത കാലം മുതലേ മുന്നിൽ നടക്കാനും മാതൃക തീർക്കാനും കൂട്ടിലങ്ങാടി പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിലെ ആദ്യ ഭരണസമിതിയെ നയിച്ച KP ബാപ്പു ഹാജി മുതൽ മാറി മാറി വന്നവർ നാടിനെ പുരോഗതിയിലേക്ക് നയിച്ചു. മുൻഗാമികൾ വെട്ടിയ വഴിയിലൂടെ സഞ്ചരിച്ച് നാടിനെ കൂടുതൽ ഉന്നതിയിലെത്തിച്ച കാലമായിരുന്നു 2020 മുതൽ 2025 വരെ കഴിഞ്ഞുപോയത്. ലോകത്താകെ പിടിച്ചുകുലുക്കിയ കോവിഡ് മഹാമാരിയുടെ ഇരുണ്ട കാലം 2021 ജനുവരി 1 ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് നടുവിലേക്കാണ് ഈ ഭരണസമിതി അധികാരമേറ്റത്. NK ഹുസൈന്റെ നേതൃത്വത്തിലുള്ള 19 അംഗ സമിതിക്ക് അതൊരു വെല്ലുവിളിയുടെ തുടക്കമായിരുന്നു. ഭരണം ഏറ്റെടുക്കുമ്പോൾ പഞ്ചായത്ത് 1.5 കോടി രൂപയുടെ ഭീമമായ കടത്തിൽ തളർന്നു പോകാമായിരുന്ന ഒരു സാഹചര്യം. ദീർഘവീക്ഷണവും നാടിനോടുള്ള ആത്മാർത്ഥതയും ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഊർജമായി മാറി. പ്രതിസന്ധിയിലും കൂടെയുണ്ട് കൂട്ടിലങ്ങാടി എന്ന ക്യാമ്പയിനിലൂടെ ജനങ്ങളെ ചേർത്ത് പിടിച്ചു. കോവിഡ് രോഗികൾക്കായി ക്വാറന്റൈൻ സെന്ററുകൾ ഒരുക്കി. മരുന്നുകളും ആവശ്യമായ സഹായങ്ങളും ഉറപ്പാക്കി. രോഗം പടരാതിരിക്കാൻ ജാഗ്രതയോടെ മുൻകരുതലെടുത്തു. വളണ്ടിയർ സേവനം, വാക്സിനേഷൻ, പഞ്ചായത്ത് തലത്തിൽ അണുവിമുക്തമാക്കൽ, അങ്ങനെ ഒരു ജനതയ്ക്ക് വേണ്ടി ഒരു ഭരണകൂടം സാധ്യമായതെല്ലാം ചെയ്തു. പ്രതിസന്ധികളെ വികസനത്തിന്റെ പടവുകളാക്കി മാറ്റി NK ഹുസൈന്റെ നേതൃത്വം ശക്തമായ അടിത്തറ നൽകി. പിന്നീട് തുടർച്ചക്കാരായെത്തിയ അബ്ദുൽ മാജിദ് ആ വികസനത്തിന് വേഗം കൂട്ടി. ത്രിതല പഞ്ചായത്ത് ഫണ്ടും MP, MLA ഫണ്ട് ഉൾപ്പെടെ ലഭ്യമാക്കി 100 കോടിയിലധികം രൂപയുടെ വികസന വിപ്ലവമാണ് ഈ കാലയളവിൽ കൂട്ടിലങ്ങാടിയിൽ തീർത്തത്. കടത്തിൽ നിന്ന് നേട്ടങ്ങളുടെ കൊടുമുടിയിലേക്ക്. ദീർഘവീക്ഷണമുള്ള ഭരണത്തിന് ഒരു നാടിനെ എത്രത്തോളം മാറ്റിമറിക്കാനാകും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കൂട്ടിലങ്ങാടി പഞ്ചായത്ത്. നമ്മുടെ ഈ ഭരണസമിതി 2021 ജനുവരിയിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാലം കൂടിയായിരുന്നു അത്. അതോടൊപ്പം 1.5 കോടി രൂപയുടെ ബാധ്യത കൂടി ഉള്ള സമയത്താണ് നമ്മൾ പ്രവർത്തനം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഏതെല്ലാം പദ്ധതികൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായ ഒരു മീറ്റിംഗ് കൂടുകയും തുടർന്ന് ആരോഗ്യം, ശുചിത്വം, കുടിവെള്ളം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഭരണസമിതിയുടെ തുടക്കം. 2021 മുതൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഭരണസമിതി അധികാരത്തിൽ വരികയും കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുടർച്ചക്കാരൻ എന്നുള്ള നിലക്ക് ഞാൻ നേതൃത്വം നൽകുകയും ചെയ്തു. അദ്ദേഹം തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ, അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ, കാർഷിക മേഖലയിൽ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന മേഖലയിൽ എല്ലാം സമഗ്രമായ മാറ്റം ഈ 5 വർഷത്തിനുള്ളിൽ ഈ ഭരണസമിതിക്ക് കൊണ്ടുവരാൻ സാധിച്ചു.
പാർപ്പിട മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികൾ ഈ ഭരണസമിതിയുടെ കാലത്ത് ജനങ്ങൾക്കുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു വിഷയം നമുക്കറിയാം, ഈ ഭരണസമിതിയുടെ ഇടക്കാണ് സർക്കാർ വലിയ തോതിലുള്ള ഫീസ് വർധനവ് വരുത്തിയത് പെർമിറ്റിന്. ഈ പെർമിറ്റ് വേണ്ടെന്ന് വെച്ച ഒരു ഭരണസമിതിയാണ് ഈ ഭരണസമിതി എന്ന് മാത്രമല്ല, അത് തിരിച്ചു കൊടുക്കാൻ അനുമതി ലഭിച്ചപ്പോൾ ഈ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി എല്ലാവർക്കും, അപേക്ഷ മുഴുവൻ ആളുകൾക്കും പെർമിറ്റ് ഫീസ് റിട്ടേൺ നൽകിയ പഞ്ചായത്ത് കൂടിയാണ്. ഇത്തരം ഒരു സമഗ്ര വികസനം നടത്തുന്നതിൻ്റെ പിന്നിൽ ഒരു ഭരണസമിതി എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഞങ്ങളുടെ കൂടെ നിന്ന മറ്റ് സഹപ്രവർത്തകരായ മെമ്പർമാർ, അവരെ ഞങ്ങൾക്ക് ഓർക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ നാട്ടുകാരുടെ, ഈ പഞ്ചായത്തിലെ മുഴുവൻ മേഖലകളിലും എല്ലാവരുടെയും സഹായവും സഹകരണവും വികസന മേഖലയിലേക്ക് അനിവാര്യമാണ്. എല്ലായിടത്തും എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. തലചായ്ക്കാനൊരിടം ഏതൊരാളുടെയും വലിയ സ്വപ്നമാണ്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ പ്രഥമ സ്ഥാനം വീടിന് തന്നെയാണ്. ഓരോ പൗരനും സുരക്ഷിതമായ വീട് ഉറപ്പാക്കുക എന്ന ലക്ഷ്യവുമായാണ് പഞ്ചായത്ത് മുന്നോട്ട് വന്നത്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയും കേന്ദ്രത്തിന്റെ PMAY പദ്ധതിയും വഴി മാത്രമേ നിലവിൽ പഞ്ചായത്തുകൾക്ക് വീട് നൽകാൻ സാധിക്കൂ. ഈ ഭരണസമിതി ചുമതലയേൽക്കുമ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വീടെന്ന സ്വപ്നം അകന്നുപോയ നിരവധി പേർ ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യ നടപടി ഏറ്റവും അർഹരായവർക്ക് കൈത്താങ്ങാകുക എന്നതായിരുന്നു. 2019 ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന മുഴുവൻ പേർക്കും വീട് നൽകി ഞങ്ങൾ തുടക്കം കുറിച്ചു. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഒരു വീടിന് 3 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് നൽകുന്നത്. അർഹതയുള്ള ഒരാൾ പോലും പുറത്തു പോകരുത് എന്ന നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിച്ചപ്പോൾ അർഹരായവർക്കെല്ലാം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. വീടും സ്ഥലവുമില്ലാത്തവർക്ക് സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയും അതിലൊരു വീടും നൽകാനും ഭരണസമിതിക്ക് കഴിഞ്ഞു. ഇതിൽ എടുത്തു പറയേണ്ടത് SC വിഭാഗങ്ങൾക്ക് വീടും സ്ഥലവും അനുവദിച്ചതാണ്. ഓരോ പൗരനും സുരക്ഷിതമായി അഭിമാനത്തോടെ ജീവിക്കാനുള്ള ഒരിടം. അതായിരുന്നു കൂട്ടിലങ്ങാടി പഞ്ചായത്തിന്റെ പ്രഥമ വാഗ്ദാനം. ആ സ്വപ്നം പൂർണ്ണമായിരിക്കും. ആരോഗ്യമുള്ള ജനത നാടിന്റെ സമ്പത്താണ്. നാടിന്റെ ആരോഗ്യത്തിന് മുന്തിയ പരിഗണനയാണ് ഭരണസമിതി നൽകിയത്. ഒരുപാട് ദൂരം മുന്നേറാൻ കൂട്ടിലങ്ങാടിക്ക് കഴിഞ്ഞു. കേവലം ചികിത്സ എന്നതിലുപരി രോഗപ്രതിരോധത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും മുൻഗണന നൽകുന്ന നിരവധി പദ്ധതികൾ ഇവിടെ യാഥാർത്ഥ്യമായി. ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കരുതലോടെ കൂട്ടിലങ്ങാടി സമഗ്ര ആരോഗ്യ പദ്ധതി നടപ്പിലാക്കി. ക്യാൻസർ, ജീവിതശൈലി രോഗം നിയന്ത്രിക്കുന്നതിനും അർബുദ പരിശോധന നടത്തുന്നതിനുമായി ആരോഗ്യഭേരിയും പഞ്ചായത്തിൽ നടപ്പാക്കി. പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പുകൾ, ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ എന്നിവ കൃത്യമായ ഇടവേളകളിൽ നടത്തി. ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്ക് താങ്ങും തണലുമാകുന്ന പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് കിഡ്നി മാറ്റിവെച്ചവർക്ക് സൗജന്യമായി മരുന്നു നൽകിയ പദ്ധതിയും ഡയാലിസിസ് ചെയ്യുന്നവർക്ക് ഡയാലിസിസ് കിറ്റും മരുന്നും നൽകിയ പദ്ധതിയും എടുത്തു പറയേണ്ടതാണ്. ആരോഗ്യരംഗത്തെ ഈ കുതിച്ചുചാട്ടത്തിന്റെ പ്രധാന കേന്ദ്രമാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയത്. പഞ്ചായത്ത് തനത് ഫണ്ട് ചെലവഴിച്ച് ഇവിടെ വൈകുന്നേരങ്ങളിൽ ആരംഭിച്ച പുതിയ OP അഥവാ ഔട്ട് പേഷ്യന്റ് സമയം വലിയ മാറ്റമുണ്ടാക്കി. മുൻപ് മാസം 1500 OP ഉണ്ടായിരുന്നത് ഇന്ന് 4500-ന് മുകളിലായി വർദ്ധിച്ചു. ഇത് ജനങ്ങൾക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിലുള്ള വിശ്വാസം എത്രത്തോളമാണെന്ന് തെളിയിക്കുന്നു. ആശുപത്രികളിൽ 30-ലധികം ടെസ്റ്റ് സൗകര്യത്തോടെ അത്യാധുനിക ലാബ് സൗകര്യമൊരുക്കി. ആധുനിക ചികിത്സാരീതിക്കൊപ്പം ഹോമിയോ, ആയുർവേദ ഡിസ്പെൻസറികൾ എന്നിവയും സജീവമായി പ്രവർത്തിക്കുന്നു. ഹോമിയോ ഡിസ്പെൻസറിയിൽ നടപ്പിലാക്കിയ ജനനി പദ്ധതിയിലൂടെ കുട്ടികളില്ലാത്ത 10 ദമ്പതികൾക്ക് കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമുണ്ടായി. കൂടാതെ വീടുകളിൽ ചികിത്സ ആവശ്യമുള്ളവർക്കായി പരിരക്ഷ ഹോം കെയർ പോലെയുള്ള സംരംഭങ്ങൾ കരുതലിന്റെ പുതിയ മാതൃക തീർത്തു. മുൻകൂട്ടി രോഗനിർണയത്തിനായി 8 ലാബുകൾ സജ്ജീകരിച്ചു. 36 ഇനം മരുന്നുകൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം പഞ്ചായത്തിലെ 5 സബ് സെന്ററുകളും വെൽനസ് സെന്ററുകളാക്കി ഉയർത്തിയതാണ്. പരിശോധനകൾക്കായി ഇനി ദൂരയാത്ര വേണ്ട. ആരോഗ്യ സംരക്ഷണ രംഗത്തെ ഈ ജനകീയ മുന്നേറ്റമാണ് കൂട്ടിലങ്ങാടിയുടെ കരുത്ത്. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞതാണ് നമ്മുടെ നാട്. കുന്നുകളും മലകളും ഇടകലർന്ന ഭൂപ്രകൃതിയാൽ ശ്രദ്ധേയമാണ്. എന്നാൽ ഈ സൗന്ദര്യത്തിന് പിന്നിൽ ഒരു വലിയ വെല്ലുവിളി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു: കുടിവെള്ളം.
ഉയർന്ന പ്രദേശങ്ങളിലെ താമസക്കാർക്ക് കുടിവെള്ളം ലഭിക്കുക എന്നത് ഏറെ പ്രയാസകരമായിരുന്നു. നിലവിലുണ്ടായിരുന്ന പദ്ധതികൾക്ക് ഈ ദുർഘടമായ ഭൂമിയിലൂടെ വെള്ളമെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേനൽക്കാലത്ത് ശുദ്ധജലം ഒരു വിദൂര സ്വപ്നമായിരുന്നു. ജനങ്ങളുടെ ഈ ദുരിതം കണ്ടറിഞ്ഞ ഭരണസമിതിയുടെ പ്രധാന ലക്ഷ്യം ഒന്നായിരുന്നു: എല്ലാവർക്കും കുടിവെള്ളം. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി പഞ്ചായത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നു. ജൽജീവൻ മിഷന്റെ പങ്കാളിത്തത്തോടെ 20 കോടിയിലധികം രൂപ ചെലവഴിച്ച് സമഗ്രമായ ഒരു കുടിവെള്ള പദ്ധതിക്ക് രൂപം നൽകി. കുന്നിന് മുകളിലേക്ക് വെള്ളമെത്തിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി. ടാങ്ക് സ്ഥാപിക്കുന്നതിനായി സ്ഥലം വാങ്ങി. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി. ദീർഘവീക്ഷണത്തോടെയുള്ള ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ന് കൂട്ടിലങ്ങാടിയിലെ എല്ലാ വീട്ടിലും ശുദ്ധമായ കുടിവെള്ളം എത്തിച്ചേർന്നിരിക്കുന്നു. അതോടൊപ്പം ഗ്രാമത്തിലെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളും പഞ്ചായത്ത് ഏറ്റെടുത്തു. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും തൊഴിലുറപ്പ് പദ്ധതിയുടെയും സഹായത്തോടെ തോടുകളും കുളങ്ങളും വൃത്തിയാക്കി നവീകരിച്ചു. കുന്നും മലയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നൽകിയ ഈ നാട്ടിൽ ഇച്ഛാശക്തിയും ലക്ഷ്യബോധവുമുള്ള ഒരു ഭരണസമിതിയുടെ ശ്രമഫലമായി ഇന്ന് ഓരോ തുള്ളി വെള്ളവും പ്രതീക്ഷയും ആശ്വാസവുമാകുന്നു. കൃഷിയെ ജീവനായി കണ്ട തലമുറകൾ ജീവിച്ച മണ്ണാണ് നമ്മുടേത്. പാരമ്പര്യമായി കൈമാറി വന്ന നാട്ടറിവുകളും കഠിനാധ്വാനം ചെയ്യുന്ന കർഷകരുമാണ് ഈ നാടിന്റെ പേരും പെരുമയും. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി പഞ്ചായത്ത് നിരവധി ശ്രദ്ധേയമായ പദ്ധതികൾക്ക് രൂപം നൽകി. വിളവ് വർദ്ധിപ്പിക്കുന്നതിനും ഉൽപാദനം മെച്ചപ്പെടുത്തുന്നതിനുമായി സമഗ്ര നെൽകൃഷി വികസന പദ്ധതി വിജയകരമായി നടപ്പിലാക്കി. ഇത് കർഷകർക്ക് ഏറെ ഗുണകരമായി. പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി കിഴങ്ങ് ഗ്രാമം പദ്ധതി നടപ്പിലാക്കി. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകർക്ക് പൂർണ്ണ പിന്തുണയുമായി എന്നും പഞ്ചായത്ത് കൂടെയുണ്ട്. മുഴുവൻ കർഷകർക്കും സൗജന്യമായി ജൈവവളം നൽകി. കൂടാതെ ഗുണമേന്മയുള്ള വിത്തുകൾ, പച്ചക്കറി തൈകൾ, മികച്ച ഇനം ടിഷ്യൂ കൾച്ചർ വാഴക്കന്നുകൾ എന്നിവയും വിതരണം ചെയ്തു. 100ഓളം പേർക്ക് തെങ്ങുകയറ്റ യന്ത്രങ്ങൾ നൽകിയത് ഈ ഭരണസമിതിയുടെ മറ്റൊരു ശ്രദ്ധേയമായ നേട്ടമാണ്. കർഷകരുടെ അറിവുകൾക്ക് പുതിയ സാങ്കേതിക വിദ്യയുടെ പിൻബലം നൽകാൻ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള AK കൃഷി ശ്രീ സെന്റർ കൂട്ടിലങ്ങാടിയിൽ പ്രവർത്തിക്കുന്നു. ഈ സെന്റർ കർഷകർക്ക് ഒരു വലിയ കൈത്താങ്ങാണ്. പാരമ്പര്യത്തെയും ആധുനികതയെയും ഒരുപോലെ ചേർത്തുപിടിച്ച് കൂട്ടിലങ്ങാടിയിലെ കർഷകർ അവരുടെ മണ്ണിന്റെ മഹിമ കാത്തുസൂക്ഷിക്കുന്നു. അതിന് താങ്ങായി ഗ്രാമപഞ്ചായത്ത് എന്നും കൂടെയുണ്ട്. ഒരു നാടിന്റെ ജീവനും ഹൃദയവും കുടികൊള്ളുന്നത് അവിടുത്തെ സാമൂഹികക്ഷേമ പ്രവർത്തനങ്ങളിലാണ്. കൂട്ടിലങ്ങാടി പഞ്ചായത്തിന്റെ മുഖമുദ്രയും അതുതന്നെയാണ്. ഭിന്നശേഷിക്കാർ, കുട്ടികൾ, സ്ത്രീകൾ, പിന്നോക്കാവസ്ഥയിലുള്ളവർ, പ്രായമായവർ ആരും ഇവിടെ ഒറ്റപ്പെടുന്നില്ല. എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നു. കരുണയുടെയും കരുതലിന്റെയും ആഴമറിയുന്ന പഞ്ചായത്ത് ഓരോ പൗരനെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകുന്നു. സാമൂഹിക ക്ഷേമത്തിലൂടെയാണ് കൂട്ടിലങ്ങാടി പഞ്ചായത്ത് അതിന്റെ ജീവൻ നിലനിർത്തുന്നത്. ഭിന്നശേഷിക്കാരായ നമ്മുടെ മക്കളുടെ ഉന്നമനം പഞ്ചായത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. 50ഓളം കുട്ടികൾ പഠിക്കുന്ന ബഡ്സ് സ്കൂൾ ഈ കരുതലിന്റെ തെളിവാണ്. KP രാമൻ നമ്പൂതിരിയുടെ കുടുംബം നൽകിയ സ്ഥലത്താണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ കുട്ടികൾക്കായി ഒക്യുപേഷൻ തെറാപ്പി, ഫിസിയോതെറാപ്പി, സെൻസറിംഗ് റൂം, കളിസ്ഥലം എന്നിവ ഒരുക്കിയിരിക്കുന്നു. അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ വർഷവും കലാകായിക മേളയും സംഘടിപ്പിക്കുന്നു. വരും തലമുറയെ വാർത്തെടുക്കുന്നതിൽ പഞ്ചായത്ത് അതീവ ശ്രദ്ധ പുലർത്തുന്നു. പഞ്ചായത്തിന് കീഴിൽ 34 അംഗനവാടികൾ പ്രവർത്തിക്കുന്നു. കൗമാരക്കാർ, ഗർഭിണികൾ, അമ്മമാർ എന്നിവർക്കുള്ള എല്ലാ സേവനങ്ങളും ഇവിടെ ലഭ്യമാക്കുന്നു. പഞ്ചായത്തിലെ എല്ലാ അംഗനവാടികൾക്കും ഇന്ന് സ്വന്തം കെട്ടിടമുണ്ട്. എല്ലാ വർഷവും അംഗനവാടി കുട്ടികളുടെ കലോത്സവം നടത്താറുണ്ട്. ഇതിനായി ലഭിക്കുന്നത് വെറും 15,000 രൂപ മാത്രമാണ്. എന്നിരുന്നാലും കുട്ടികളുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ അതിഗംഭീരമായ ഒരു കലോത്സവമാണ് ഇവിടെ നടത്താറുള്ളത്. പ്രായമായവരാണ് ഒരു നാടിന്റെ അനുഭവ സമ്പത്തും വഴികാട്ടികളും. കൂട്ടിലങ്ങാടി പഞ്ചായത്ത് തങ്ങളുടെ മുതിർന്ന പൗരന്മാർക്ക് സ്നേഹവും കരുതലും ഉറപ്പാക്കാൻ നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി. ആവശ്യക്കാർക്കുമായി കട്ടിലുകൾ വിതരണം ചെയ്തു. അവരുടെ ആരോഗ്യവും പോഷകനിലയും ഉറപ്പാക്കാൻ പോഷകാഹാര കിറ്റുകളും നൽകി. വീടുകളുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്ന വയോജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പഞ്ചായത്ത് പ്രത്യേകം ശ്രദ്ധിച്ചു. അവർക്കായി ഉല്ലാസയാത്രകളും കലാമേളകളും സംഘടിപ്പിച്ചു.
ഇതവരുടെ മനസ്സിന് ഉണർവും സന്തോഷവും നൽകി. കൂടാതെ അർഹരായ എല്ലാ വയോജനങ്ങൾക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പഞ്ചായത്ത് അടിയന്തര നടപടികൾ സ്വീകരിച്ചു. ആദരവ് നൽകേണ്ടവരെ ആദരിക്കുക. കൂട്ടിലങ്ങാടി പഞ്ചായത്ത് അവരുടെ മുതിർന്ന പൗരന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പാണിത്. ഒരു നാടിന്റെ ഭാവി എന്നാൽ അവിടുത്തെ വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസ രംഗത്തിന് പ്രഥമ പരിഗണനയാണ് കൂട്ടിലങ്ങാടി നൽകുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെയും ബഹുമാനപ്പെട്ട MLAയുടെയും ശക്തമായ പിന്തുണയോടെ നിരവധി വികസന പദ്ധതികളാണ് സ്കൂളുകളിൽ നടപ്പിലാക്കിയത്. പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ പ്രാഥമിക വിദ്യാലയങ്ങളും ഇന്ന് മികവിന്റെ കേന്ദ്രങ്ങളാണ്. നമ്മുടെ കുട്ടികളുടെ അക്കാദമിക മികവിനായി പ്രത്യേകം ശ്രദ്ധ നൽകുന്നു. LSS, USS പരീക്ഷകൾക്ക് വേണ്ടി പ്രത്യേക പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചു വരുന്നു. എല്ലാ സ്കൂളുകളിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടെ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കിയതും മാലിന്യ സംസ്കരണത്തിനായി മിനി MCF സ്ഥാപിച്ചതും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ്. പഠനത്തോടൊപ്പം കായികക്ഷമതയ്ക്കും പ്രാധാന്യം നൽകി. കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുകയും എല്ലാ സ്കൂളുകൾക്കും ആവശ്യമായ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനം ഉറപ്പാക്കാൻ പഞ്ചായത്ത് പ്രത്യേക പിന്തുണ നൽകി. അവർക്ക് പഠനമേശകളും ലാപ്ടോപ്പുകളും വിതരണം ചെയ്തു. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തതിലൂടെ കൂട്ടിലങ്ങാടി പഞ്ചായത്ത് ഒരു മാതൃകയായി. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലാപ്ടോപ്പുകൾ നൽകിയ പഞ്ചായത്തുകളിൽ ഒന്നാണ് നമ്മുടേത്. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടെ പഠനമുറികൾ നിർമ്മിച്ചു നൽകുകയും അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുകയും ചെയ്യുന്നു. അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന കാഴ്ചപ്പാടിൽ കൂട്ടിലങ്ങാടി പഞ്ചായത്ത് തങ്ങളുടെ കുട്ടികൾക്കായി ഒരുക്കുന്ന ഈ അടിത്തറ നാളത്തെ നല്ലൊരു സമൂഹത്തിന് വാഗ്ദാനമാണ്. യുവജനങ്ങളുടെ കായികവും കലാപരവുമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പഞ്ചായത്ത് മുൻപന്തിയിലാണ്. എല്ലാ വർഷവും വിപുലമായ രീതിയിലാണ് പഞ്ചായത്തിൽ കേരളോത്സവം നടത്തിവരുന്നത്. യുവജന ക്ലബ്ബുകളെ കേവലം വിനോദ കേന്ദ്രങ്ങൾ എന്നതിലുപരി സാമൂഹിക മുന്നേറ്റത്തിന്റെ പങ്കാളികളാക്കി മാറ്റി. പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പദ്ധതികളിലും ക്ലബ്ബുകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കി. ലഹരി വിരുദ്ധ പ്രവർത്തനത്തിലും ശുചീകരണ യജ്ഞത്തിലും ക്ലബ്ബുകളെ പങ്കാളികളാക്കി. ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ ഗ്രാമത്തിലെ ഗ്രൗണ്ടുകൾ നവീകരിച്ചു. കൂടാതെ പൊതുജനാരോഗ്യത്തിനും കായികക്ഷമതയ്ക്കുമായി ഓപ്പൺ ജിം ആരംഭിക്കുകയും ചെയ്തു. യുവജനങ്ങളെ പൂർണ്ണമായും പിന്തുണച്ച് അവരെ നാടിന്റെ മുന്നേറ്റത്തിൽ പങ്കാളികളാക്കുന്ന കൂട്ടിലങ്ങാടി പഞ്ചായത്ത് യുവത്വത്തിന് ഒരു മാതൃകയാണ്. ഏത് വികസ്വര ഗ്രാമത്തെയും പോലെ കൂട്ടിലങ്ങാടി പഞ്ചായത്തിന്റെ പ്രധാന വെല്ലുവിളിയായിരുന്നു ശുചിത്വവും മാലിന്യ സംസ്കരണവും. എന്നാൽ ഇച്ഛാശക്തിയോടെയുള്ള ഇടപെടലിലൂടെ ഈ വെല്ലുവിളിയെ മറികടക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിരിക്കുന്നു. മാലിന്യമുക്ത കൂട്ടിലങ്ങാടിക്കായി ഭരണസമിതി ഹരിതകർമ്മസേനയ്ക്ക് രൂപം നൽകി. ഈ സേനയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി മാസത്തിലൊരിക്കൽ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യം കൃത്യമായി ശേഖരിക്കുന്നു. ഓരോ മാസവും 60 ടണ്ണിലധികം അജൈവ മാലിന്യമാണ് ഇതിലൂടെ കയറ്റി അയക്കുന്നത്. നിലവിൽ 2 MCFകൾ പ്രവർത്തിക്കുന്നുണ്ട്. മൂന്നാമതൊരു MCFനായി സ്ഥലവും കണ്ടെത്തി കഴിഞ്ഞു. അങ്ങാടികൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനായി പ്രത്യേക ഹരിതകർമ്മസേനാ വിഭാഗം നിലവിലുണ്ട്. മാലിന്യം വലിച്ചെറിയുന്നത് തടയാനായി ടൗണിൽ 100ഓളം ബിന്നുകൾ സ്ഥാപിച്ചു. പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്നതിനായി എല്ലാ വാർഡുകളിലും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുകയും സ്കൂളുകളിലും പൊതുയിടങ്ങളിലും മിനി MCFകൾ സ്ഥാപിക്കുകയും ചെയ്തു. ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പിന്തുണയോടെ വലിച്ചെറിയൽ മുക്ത കൂട്ടിലങ്ങാടി എന്ന ശക്തമായ ക്യാമ്പയിനും പഞ്ചായത്ത് നടപ്പിലാക്കി. ഈ വിജയത്തിന് പിന്നിൽ ഏറ്റവും വലിയ ശക്തി നമ്മുടെ നാട്ടുകാരുടെ സഹകരണമാണ്. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ മനസ്സോടെ പങ്കാളികളായ നാട്ടുകാർക്ക് നാടിനെ മലിനമാക്കാതെ നൽകുന്ന ഈ പിന്തുണയ്ക്ക് ഭരണസമിതി പ്രത്യേക നന്ദി അറിയിക്കുന്നു. ശുചിത്വമാണ് സൗന്ദര്യം. കൂട്ടിലങ്ങാടി ഇന്ന് ആ സൗന്ദര്യം ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൂട്ടിലങ്ങാടി ഗ്രാമത്തിന് നൽകിയത് പുതിയ ഉണർവാണ്. കോടി രൂപ ചെലവഴിക്കുകയും 10,000-കണക്കിന് തൊഴിൽ ദിനങ്ങൾ നൽകുകയും ചെയ്ത ഈ പദ്ധതി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി മാറി. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യക്ഷമമായ നടത്തിപ്പിലൂടെ പലപ്പോഴും ജില്ലയിലും ബ്ലോക്ക് തലത്തിലും ഒന്നാമതെത്താൻ നമ്മുടെ പഞ്ചായത്തിന് കഴിഞ്ഞു.
ഇത് തൊഴിലാളികളുടെ പ്രതിബദ്ധതയുടെയും ഭരണസമിതിയുടെ കാര്യപ്രാപ്തിയുടെയും തെളിവാണ്. ഗ്രാമത്തിലെ ആസ്തി വികസനത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം ഏറെ ശ്രദ്ധേയമാണ്. കുളങ്ങൾ നിർമ്മിച്ചു, റോഡുകൾ നവീകരിച്ചു, കർഷകർക്കായി ആട്ടിൻകൂട്, തൊഴുത്ത്, കോഴിക്കൂട് എന്നിവ നിർമ്മിച്ചു നൽകി. കൃഷിക്ക് പ്രയോജനകരമായ ചിറകൾ, ബയോബിന്നുകൾ, കമ്പോസ്റ്റ് യൂണിറ്റുകൾ എന്നിവയും നിർമ്മിച്ചു. ജലസംരക്ഷണം ലക്ഷ്യമാക്കി തോടുകൾ നവീകരിക്കുകയും മഴവെള്ള സംഭരണികൾ പൂർത്തിയാക്കുകയും ചെയ്തു. മണ്ണിടിച്ചിൽ തടയാനായി കയർ ഭൂവസ്ത്രം ഉപയോഗിച്ചുള്ള പ്രവൃത്തികളും നടത്തി. ഓരോ തൊഴിൽ ദിനവും ഒരു കൂലി എന്നതിലുപരി നമ്മുടെ നാടിന്റെ വികസനത്തിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതി കൂട്ടിലങ്ങാടിയുടെ സാമൂഹിക സാമ്പത്തിക മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിച്ചു. കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ കുടുംബശ്രീ ഇന്ന് ജില്ലയിലെ തന്നെ മികച്ച പ്രകടനത്തിലൂടെ മാതൃകയാവുകയാണ്. നിരവധി കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് സാമ്പത്തികമായും സാമൂഹികമായും ആശ്വാസം നൽകുന്ന ഒരു പ്രസ്ഥാനമാണിത്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് കുടുംബശ്രീ ഏറ്റെടുക്കുന്നത്. ചെറുകിട സംരംഭങ്ങളിലൂടെയും സ്വയം തൊഴിൽ അവസരങ്ങളിലൂടെയും സ്ത്രീകൾക്ക് വരുമാനം ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നു. കൂട്ടിലങ്ങാടി CDSന് ISO സർട്ടിഫിക്കേഷൻ സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണ്. പ്രവർത്തന മികവിന്റെ ദേശീയ അംഗീകാരമാണിത്. ഗ്രാമത്തിലെ ഒരു കുടുംബവും പട്ടിണിയിലാകരുത് എന്ന ലക്ഷ്യത്തോടെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ കുടുംബശ്രീ ഊർജിതമാക്കി. സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി അവർക്ക് കൈത്താങ്ങായി മാറാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞു. കൂട്ടായ്മയുടെയും ദൃഢനിശ്ചയത്തിന്റെയും ശക്തി വിളിച്ചോതുന്ന ഈ കുടുംബശ്രീ കൂട്ടിലങ്ങാടി പഞ്ചായത്തിന്റെ സാമൂഹിക പുരോഗതിയുടെ ചാലക ശക്തിയായി നിലകൊള്ളുന്നു. കൃഷിയോടൊപ്പം കാലിവളർത്തലിനും വലിയ പ്രാധാന്യം നൽകുന്ന നാടാണ് കൂട്ടിലങ്ങാടി. പഞ്ചായത്തിൽ മികച്ച സൗകര്യങ്ങളോടുകൂടിയ ഒരു വെറ്റിനറി ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട്. നാട്ടിലെ കർഷകർക്കും കന്നുകാലികൾക്കും ഏറെ ആശ്വാസമാണ് ഈ സ്ഥാപനം. നിരവധി ക്ഷീര കർഷകരുള്ള ഒരു പഞ്ചായത്താണ് കൂട്ടിലങ്ങാടി. ഈ കർഷകരുടെ ഉന്നമനത്തിനായി ഭരണസമിതി ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കി. കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി പാലിന് സബ്സിഡി നൽകി. കാലിത്തീറ്റയുടെ വിലവർദ്ധനവ് നേരിടാൻ കാലിത്തീറ്റ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കി. കൂടാതെ കാലികളുടെ ആരോഗ്യത്തിനായി ധാതു ലവണ മിശ്രിതം തീറ്റയായി ഉപയോഗിക്കാൻ വൈക്കോൽ എന്നിവ വിതരണം ചെയ്തു. ക്ഷീരമേഖലയിലും അനുബന്ധ മേഖലകളിലും ഉൽപാദനം വർദ്ധിപ്പിക്കാനും കൂടുതൽ കുടുംബങ്ങൾക്ക് വരുമാനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് ഗുണഭോക്താക്കൾക്ക് മുട്ടക്കോഴികൾ, പോത്തിൻകുട്ടികൾ, ആടുകൾ എന്നിവ നൽകി. പുതിയ തലമുറയുടെ ഭാവിക്കായി കൂട്ടിലങ്ങാടി പഞ്ചായത്ത് ഒരു വലിയ ദൗത്യത്തിലാണ്. ലഹരിമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഈ യാത്രയിൽ നമ്മൾ ഏറെ മുന്നോട്ടു പോയി കഴിഞ്ഞു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കൂട്ടിലങ്ങാടി പഞ്ചായത്ത് രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ്. പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ലഹരിമുക്തമായി പ്രഖ്യാപിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ലഹരിമുക്ത ക്യാമ്പയിൻ ടുബാക്കോ ഫ്രീ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നേട്ടം കൈവരിച്ച രാജ്യത്തെ രണ്ടാമത്തെ പഞ്ചായത്താണ് നമ്മുടെ കൂട്ടിലങ്ങാടി. നിയമങ്ങൾക്കപ്പുറം ബോധവൽക്കരണത്തിലൂടെയാണ് ഈ മാറ്റം കൊണ്ടുവരുന്നത്. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ ശക്തമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനായി പ്രത്യേക മത്സരങ്ങൾ നടത്തി. വിദ്യാലയങ്ങൾ, ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയെല്ലാം ഈ ഉദ്യമത്തിന് പൂർണ്ണ പിന്തുണ നൽകി. സമൂഹത്തിന്റെ കൂട്ടായ പരിശ്രമത്തിലൂടെ നമ്മുടെ നാടിനെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ കൂട്ടിലങ്ങാടിക്ക് സാധിക്കും. അടിസ്ഥാന വികസന കാര്യങ്ങളിലും കൂട്ടിലങ്ങാടി പഞ്ചായത്ത് ഏറെ മുന്നിലാണ്. ഗ്രാമത്തിന്റെ സമഗ്രമായ വളർച്ച ഉറപ്പാക്കാനുള്ള നിരന്തര ശ്രമം ഭരണസമിതി ചെയ്തു വരുന്നു. പരിപൂർണമെന്ന് അവകാശപ്പെടുന്നില്ലെങ്കിലും മിക്ക റോഡുകളും നവീകരിക്കുകയും പുതിയ റോഡുകൾ നിർമ്മിക്കുകയും ചെയ്തതിലൂടെ ഗതാഗത സൗകര്യം മെച്ചപ്പെട്ടു. പഞ്ചായത്തിലെ പൊതു ആസ്തികൾ വിപുലീകരിക്കാനും ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനും സാധിച്ചു. ഈ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ വലിയൊരു കൂട്ടായ്മയുടെ ശക്തിയുണ്ട്. ത്രിതല പഞ്ചായത്തുകളുടെ പ്രതിനിധികളുടെയും ബഹുമാനപ്പെട്ട MLA, MP എന്നിവരുടെയും പിന്തുണയും ഭരണസമിതിയുടെ ദീർഘവീക്ഷണവും കാരണമാണ് ഈ നേട്ടം സ്വന്തമാക്കാനായത്. എല്ലാറ്റിനുമുപരിയായി എടുത്തു പറയേണ്ടത് കൂട്ടിലങ്ങാടിയിലെ ജനങ്ങളുടെ നിസ്സീമമായ സഹകരണമാണ്. നമ്മുടെ നാട്ടുകാരുടെ പരിപൂർണ സഹകരണം വികസന കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. നാടിന്റെ വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയവരെ ഇവിടെ പ്രത്യേകം ഓർക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. നാടിന്റെ നന്മയെയും വികസനത്തെയും പിന്തുണയ്ക്കുന്ന ഈ ജനകീയ കൂട്ടായ്മയാണ് കൂട്ടിലങ്ങാടിയുടെ ഓരോ വിജയത്തിനും അടിത്തറ.
കൈകോർത്ത് മുന്നോട്ടു പോകുന്ന ഒരു ജനതയും ഭരണ നേതൃത്വവും. അതാണ് കൂട്ടിലങ്ങാടിയുടെ വിജയം. പിന്തുണച്ച കൂടെ നിന്ന എല്ലാവർക്കും ഭരണസമിതി പ്രത്യേകം നന്ദി അറിയിക്കുന്നു.